ഇതിന് സിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ എന്തോ പറയണമെന്ന് എനിക്കാൻ അറിയത്തില്ല. കാര്യം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഇത്ര നേരം ഇരുന്നിട്ട് എനിക്ക് വ്ലോഗ് ചെയ്യാനായിട്ട് പോകാൻ വയ്യ. കാര്യം അത്ര മനോഹരമായ ഒരു സ്പേസ്. ഈ ഡെക്കിംഗ് സ്പേസിൽ ഇപ്പോൾ രാവിലെയൊക്കെ എണ്ണിച്ച് വന്ന് ഇവിടെ വന്നിരുന്ന് ചായ ഒക്കെ കുടിച്ച് പാടശേഖരത്തിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു വൈബ് ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് എപ്പോഴും തണുപ്പായിരിക്കും. അതായത് ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഷാഡോ നമുക്ക് ഇവിടെ എപ്പോഴും അടിക്കും. അതുകൊണ്ട് ഈ സ്പേസിൽ അവർക്ക് ഉച്ചയ്ക്ക് ഇരിക്കുക, രാവിലെ ഇരിക്കുക, എപ്പോൾ വേണമെങ്കിലും ഈ സ്പേസ് അവർക്ക് ആക്റ്റീവ്ലി ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് ഏരിയയിൽ മഴ കൊള്ളാത്ത രീതിയിലും കുറച്ച് ഏരിയയിൽ നമ്മൾ ഓപ്പൺ ടു എയർ, അതായത് മഴ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടം എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ അറിയില്ല, പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു വീട്. രാവിലെ ഒരു വൈബ്, ഈവനിങ്ങിൽ വേറൊരു വൈബ്, അതേ സമയത്ത് എനിക്ക് സോഷ്യലൈസ് ചെയ്യാനും. ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ പോകുമ്പോഴൊക്കെ ഹായ് ബൈ പറയാനും പറ്റുന്നുണ്ട്. നമസ്കാരം, ഞാൻ വിഷ്ണുവിജയൻ, വീട് ബൈ വിഷ്ണുവിജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. 4500 സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണലായി നിർമ്മിച്ച ഒരു ആർക്കിടെക്ചറൽ വിസ്മയം തീർത്ത ഒരു മനോഹരമായ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ സുന്ദരമായ ഈ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് വാരി വിതറിയ ഈ ട്രഡീഷണൽ ഹോമിൻ്റെ ആർക്കിടെക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. വീട് ബൈ വിഷ്ണുവിജയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? നൗഫൽ. നൗഫലെ, അതിമനോഹരമായ വീട്, ഒന്നും പറയാനില്ല. ഞാൻ ഇതിനകത്ത് കയറി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമുക്കിപ്പോൾ പ്രേക്ഷകരെ ബാക്കിയുള്ള വ്യൂസ് എല്ലാം കാണിക്കണം. അപ്പം ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മനോഹരമായ ഈ പാടശേഖരത്തിന്റെ മുകളിൽ ഇതിനോട് ചേർന്നിട്ട് ഏകദേശം 6 മീറ്ററിൽ മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ജനറേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ആ ജനറേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു വീട് നിർമ്മിച്ച നൗഫലിന്റെ ആ ഒരു ബ്രില്യൻസിന് ആദ്യമേ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു ഷ്ണേട്ടാ. അപ്പം ഞാൻ ഇനി ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ഈ തോട്ട് ജനറേറ്റ് ചെയ്തത്? ആക്ച്വലി നമ്മൾ ഈ പ്ലോട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ റോഡിൽ നിന്ന് തിരിയുമ്പോഴത്തെ നമ്മൾ ഫുൾ പാടത്തിന് നടുക്ക് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. സോ നമ്മളിവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാടമായിട്ട്, ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഈ പാടമായിട്ട് മാക്സിമം മെർജ് ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇനീഷ്യൽ തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര സിമ്പിളായിരിക്കണം. ഒരു കുട്ടി ഒരു പിക്ചർ വരക്കുന്ന, ഒരു വീടിൻ്റെ ഫോട്ടോ വരക്കുന്ന അത്രയും സിമ്പിളായിട്ട് ഇതിൻ്റെ എലിവേഷൻ കൊണ്ടുവരണം. അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിമനോഹരമായി നല്ല, അത് ഭയങ്കര ഇടിവെട്ടായി. താങ്ക് യു. അപ്പം ഇപ്പം നമ്മൾ വീടിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പ് ഒരു സ്റ്റോൺ ആണ്? എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ആർട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഇതിൽ 3 കാര്യങ്ങളാണ് ബെനിഫിറ്റ് ഉള്ളത്. ഒന്ന്, ചൂട് നല്ല രീതിയിൽ കുറയും. രണ്ടാമത്, ഇതിന് ഏകദേശം 1/2 അടിയോളം താഴത്തേക്ക് ഡെപ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടി കയറി കഴിഞ്ഞാലും നമ്മളുടെ പുല്ലുകൾക്കൊന്നും ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മളുടെ ഇവിടെ പെയ്യുന്ന മഴയെല്ലാം വെള്ളം മാക്സിമം നമുക്ക് പെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു ആർട്ട് ലൈൻ ബ്രിക്ക് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതെ. പിന്നെ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് നല്ല പച്ചപ്പ് കൂടുതലാണ്. ഇവിടെ വണ്ടികളുടെ മൂവ്മെന്റ് കൂടിയത് കൊണ്ടാണ് അത്രയും കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഒരിക്കൽ പോലും വണ്ടികൾ കയറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, പുല്ലൊരിക്കലും നശിച്ചു പോവാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ അടിപൊളി ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റിന്റെ പേരെന്താണ് ശരിക്കും? ആർട്ട് ലൈൻ പെർമനൻസ്. ഇതാണ് നമ്മൾ അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായ ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റും. ഇതിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്ര വരും? ഒരു 250 per square feet ലേയിങ് അടക്കം ചെയ്തിട്ടുണ്ട്. 250 per square feet. അതെ. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ അകത്തേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കടക്കുമ്പോഴാണ് ഈ പറയുന്ന കാർപോർട്ട്സിൽ ഏകദേശം ഒരു 2 കാറുകൾ ഇടാം, ബൈക്കും വെക്കാവുന്ന രീതിയിലുള്ള സൈസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സ്ട്രക്ചറിലാണ് തീർത്തിരിക്കുന്നത്. മുകളിൽ നമ്മളുടെ നാച്ചുറലോടും താഴെ സീലിംഗോടുമാണ് ചെയ്തിരിക്കുന്നത്. അത് ഇസഡ് ആംഗിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പം ഇവിടെ നൗഫൽ എന്നോട് പറഞ്ഞല്ലോ, ഈ സംഭവം ഇവിടെ നമ്മൾ ഈ പാടശേഖരം ആയതുകൊണ്ട് കാറ്റിന്റെ ഒരു ഭയങ്കര ഇതുള്ളത് കൊണ്ട് ഈ ഓടുകൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ എന്തോ ഒരു എലമെന്റ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അതെന്തായിരുന്നു? അതായത് നമ്മുടെ കാറ്റുള്ള സ്ഥലത്ത് നമ്മുടെ നാച്ചുറൽ ഓട് ഇടുന്ന സമയത്ത് ഈ ഓട് പാറിപ്പോകുന്ന കംപ്ലയിൻസ് ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും ഏറ്റവും താഴ്ഭാഗത്ത് ഓട് പാറുന്നതിനനുസരിച്ചിട്ടാണ് ഓട് എപ്പോഴും പാറിപ്പോകുക. കാരണം ഒന്നൊന്നിൻ്റെ മുകളിൽ ലോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഏറ്റവും താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇവിടെ നമ്മൾ ആ എയർ എടുക്കാത്ത രീതിയിൽ നമ്മൾ ഇതിനെ ഈ ഒരു ഭാഗം കവർ ചെയ്തൊരു ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീലിംഗ് കൊണ്ട് കണക്ട് ചെയ്തത് കാരണം ഇങ്ങനെ ഓട് പറന്നു പോകാതിരിക്കാനുള്ള സാധ്യത. അപ്പം
ഇവിടെ നമ്മൾ ഇനി അടുത്തത് ഇതിന്റെ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇതിന് സിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ എന്തോ പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ ഇത്ര നേരം ഇരുന്നിട്ട് എനിക്ക് വ്ലോഗ് ചെയ്യാനായിട്ട് പോകാൻ വയ്യ. കാര്യം അത്ര മനോഹരമായ ഒരു സ്പേസ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അതിലോട്ടുള്ള കാഴ്ച. ഇപ്പൊ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കളിക്കാനും അതുപോലെ തന്നെ പഴയ നാട്ടിൻപുറത്തിന്റെ എല്ലാ ഫീലിങ്ങോടും കൂടിയിട്ടുള്ള ഒരു സ്പേസ്. എങ്ങനെയായിരുന്നു നൗഫൽ ഇവിടെയുള്ള ആ ഒരു ഇംപ്ലിമെന്റേഷൻ? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇനീഷ്യലി ചിന്തിക്കുന്നത് തന്നെ നമ്മൾ ഈ ഒരു ഫ്രെയിം ആയിരിക്കണം നമ്മളുടെ വീട് മാക്സിമം എൻജോയ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീടിനെ കംപ്ലീറ്റ്ലി ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലോങ് വരാന്ത ആയിട്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ലോങ് വരാന്തയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡെക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വരാന്ത ഒരു ലോങ് വരാന്തയാണെങ്കിൽ പോലും അതിനൊരു ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഭാഗത്ത് നിന്ന് നമ്മുടെ പാടത്തിൻ്റെ ഇങ്ങോട്ടേക്ക് നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റ് വരുന്ന സമയത്ത് നമുക്ക് ആ കാറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൺഷെയ്ഡ്സ് നമ്മുടെ ഈ റൂഫിൻ്റെ ഷെയ്ഡ്സ് തള്ളി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കൊടുക്കുന്നതിനും പുറമേ നമ്മൾ തള്ളി വെച്ചിട്ടുണ്ട്. മാത്രമല്ല എന്നാൽ പോലും വെള്ളം അകത്തേക്ക് വരികയാണെങ്കിൽ അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 ലെവൽസിലായിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സിറ്റ് ഔട്ടിൽ നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ തിണ്ണ എന്ന് പറയുന്ന തിണ്ണ, അതെ, അത് യെല്ലോ ഓക്സൈഡിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു 2 തിണ്ണകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ചെയ്തതാണെങ്കിൽ അതിന് അഡീഷണൽ എക്സ്പെൻസ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന ഇവിടെ ലപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈൽ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ടൈലല്ല, ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, നമ്മൾ കോട്ട സ്റ്റോൺ ആണ്. ഇതിലൊരു മെജോറിറ്റി ഏരിയ നമ്മൾ കോട്ട സ്റ്റോണിലാണ് ലേ ചെയ്തിട്ടുള്ളത്. നോഫലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോട്ട സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അതിന്റെ ഫിനിഷിംഗ് ഇതാണ്, ഓക്കെ, പക്ഷേ ഇത്രയും ഗ്ലോസി ഫിനിഷിലേക്ക് ഈ കോട്ട സ്റ്റോണിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ശരിക്കും ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപോളിഷ്ഡ് ആയിട്ടുള്ള കോട്ട സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിലേക്ക് കട്ട് ചെയ്ത് വിരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സെമി പോളിഷ്ഡ് ആണ്. ഫുൾ പോളിഷ്ഡിലേക്ക് വരണ്ട എന്നുള്ളത് കൊണ്ട് ആ സെമി പോളിഷ്ഡിലാണ് നമ്മളുടെ മേജർ ഏരിയയും നമ്മൾ കോട്ട സ്റ്റോൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറ്റ് ഏരിയ, അതായത് നമുക്ക് മഴ പാറി വരുന്ന സമയത്തും കൂടെ ചാടാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ആ ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഭാഗത്തൊക്കെയാണ് ആർക്കിടെക്റ്റിന്റെ ഒരു ഇന്റലിജൻസ് വേണ്ടത്. അതെ അതെ, ഇവിടെ വെറ്റ് ഏരിയ വരാൻ സാധ്യതയുണ്ട്, ഇവിടെ ഡ്രൈ ഏരിയ ആണ്. അപ്പൊ ഈ വെറ്റ് ഏരിയ വരാൻ സാധ്യത ഉള്ളിടത്ത് നമുക്ക് കുറച്ച് റഫ് ആയിട്ടുള്ള ഫിനിഷസ് തരണം, ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ പിന്നെ ഇതിന്റെ തൂണുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂണുകളുടെ ആവശ്യം ഇവിടെ ഇല്ല, ഇതൊരു എലമെന്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വുഡുകൾ ആഡ് ചെയ്തിട്ട് സ്ട്രക്ചറൽ ട്യൂബ് കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ എടുത്തു പറയുന്നത് നമ്മളുടെ ഈ സ്പേസ്, അതായത് ഈ ഡെക്കിംഗ് സ്പേസ്. ഈ ഡെക്കിംഗ് സ്പേസിൽ ഇപ്പോൾ രാവിലെയൊക്കെ എണ്ണിച്ച് വന്ന് ഇവിടെ വന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പാടശേഖരത്തിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു വൈബ് ഉണ്ടല്ലോ. അത് വിഷ്ണുട്ടാ, നമ്മുടെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് ശരിക്കും സൺ റൈസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് വശത്തു നിന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ ഫുൾ ടൈം ക്ലയൻറ്റ് ചായ കുടിക്കുന്നത് ഇവിടെ വന്ന്, അതായത് ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അവരും പ്രിഫർ ചെയ്യുന്നത് ആക്ച്വലി ഈ ഡെക്ക് ഏരിയയിൽ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാനാണ്. അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കാരണം ക്ലയൻറ്റ് ഈ വശത്തിലൂടെ പോകുന്ന ആളുകളുമായിട്ട് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു സ്പേസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏരിയ ആയിട്ട് വരും. പക്ഷേ അത് ഒന്നും പറയാനില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള നമുക്ക് മുകളിലോട്ട് അകത്തോട്ട് കയറിയിട്ട് അകത്തുനിന്നുള്ള വെളിയിലോട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ എൻട്രൻസ് പോയിന്റ്. എൻട്രൻസ് പോയിന്റിൽ കഥകൾ കൊടുത്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ്, തേക്കൂട്ടിൽ തന്നെയാണ്. തേക്കൂട്ടിൽ കൊടുത്തിരിക്കുന്നത് 2 പാളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വലിയ സംഭവം ഒന്നും കൊടുത്തിട്ടില്ല, സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ഡോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. കോട്ട സ്റ്റോണിന്റെ അതുപോലെ തന്നെ ഫിനിഷിംഗുള്ള ആ സംഭവം താഴെ ഫ്ലോറിംഗ് ഇട്ടിരിക്കുന്നു. അതിമനോഹരമായ ലിവിംഗ് റൂം. താങ്ക് യു. ലിവിംഗ് റൂം, ഡൈനിങ് റൂം, വാഷ് കൗണ്ടർ, ഇത് ഒറ്റ പാറ്റേണിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡബിൾ ഹൈറ്റ് സ്പേസ്. അതെ, ഈ മോളിൽ ഇരുന്ന് കഴിഞ്ഞാലും ഈ ഡബിൾ ഹൈറ്റ് സ്പേസ് വെച്ചുകൊണ്ട് നമുക്ക് താഴെയുള്ള വരുന്ന ആൾക്കാരെ അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ ഒരു ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്, ഇതിപ്പോൾ ഫാമിലി ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ എന്താണ് ആസ് ആൻ ആർക്കിടെക്ട് താങ്കൾ ചെയ്തത്? മെയിനായിട്ട് വിഷ്ണുട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ താഴെ ആരാണ് വന്നത് എന്നുള്ളത് മുകളിൽ നിന്ന് ക്ലയൻറ്റിന് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഡിഫറൻസ് ഉണ്ടാവരുത് എന്നുള്ളതും, പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഒരു വിശാലത തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡബിൾ ഹൈറ്റ് വോളിയത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്താണോ അതിനെ തന്നെ ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയേഴ്സിനകത്ത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇപ്പം ഈ കാണുന്ന ഡിസൈൻസ് ഒക്കെ തന്നെ ഇപ്പം സാധാരണ എല്ലാവരും ഹോം ഡെക്കോർ ഐറ്റംസ് പുറത്ത് പോയിട്ട് കോസ്റ്റ്ലി ഉള്ള സാധനങ്ങൾ, മെറ്റൽ പീസസ് ഒക്കെ കൊണ്ടുവന്നാണ് അലങ്കരിക്കുന്നത്. ഇവിടെ പഴയ വുഡ്, അതായത് പണ്ടത്തെ കാലത്തെ ആ വുഡ് ഷേപ്പുകളെല്ലാം കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, ഇനി മുന്നോട്ട് പോകുന്നിടത്തെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ എടുത്തു പറയുന്ന വേറൊരു സംഭവം, ഈ ഇലയുടെ ഒക്കെ ഈ ഡിസൈൻ ഇവിടെ ഓൾറെഡി പഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്തായിരുന്നു ആ ഒരു സംഭവം?
അത് ആക്ച്വലി ഈ ലീഫിൻ്റെ ഇംപ്രിൻറ്റ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പ്ലാസ്റ്റിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ഇലകളെല്ലാം പറിച്ചിട്ട് ഇവിടെ ഈവൻ ക്ലയൻസും എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തു വരുന്നത്. അത് ആക്ച്വലി വർക്ക് ചെയ്ത അവരുടെ മിടുക്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് എല്ലാത്തിലും ഒരു സ്റ്റോറി ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൽ ഈ ഒരു ടോട്ടൽ പ്രൊജക്റ്റിന് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ഈ വുഡൻ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന വുഡിനെ, അതായത് നമ്മൾ ജോയിനറീസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന കട്ട് പീസസിനെ എല്ലാം കൂടെ ഒരു ആർട്ട് വർക്ക് പോലെ ഞങ്ങൾ തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പീസാണ് ഇത്. താങ്ക് യു. വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. തീർച്ചയായും. ഇത് ടി വി സ്പേസ് ആണ്, ടി വി യൂണിറ്റ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ സിമെന്റ് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയുടെ വ്യൂ എന്ന് പറയുന്നത് പുറത്ത് പാടം, നടുക്ക് കോട്ടിയാട്, അവരുടെ കിച്ചൺ, ഇതിലേക്കുള്ള ലൈവ് ആക്സസ് ആണ്. അതെ, അത് വളരെ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈവ് ആക്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ ഡൈനിങ് സ്പേസിൽ ഏകദേശം ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതെ, കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ്. കാരണം നമ്മളുടെ റൂമിൻ്റെ സൈസിനനുസരിച്ചിട്ട് അത് ഈ ഡൈനിങ് ടേബിൾ 6 സീറ്റർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് സർക്കുലേഷന് ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എല്ലാ ഭാഗത്തും വുഡ്, നമ്മളുടെ കെയിൻ, ഇങ്ങനെ ട്രഡീഷണൽ മെറ്റീരിയൽസിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ടോട്ടൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇന്റീരിയറിൽ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നൗഫൽ, ഈ ട്രഡീഷണൽ മെറ്റീരിയൽ, ട്രഡീഷണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ ഈ ആർക്കിടെക്ചറിൽ കൊണ്ടുവരുമ്പോൾ പഴമയൻ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തെ ആൾക്കാർക്ക് ഈ പഴമയായിട്ട് മിക്സ് ചെയ്ത് മെർജ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ആർക്കിടെക്റ്റിനല്ല കഴിയത്തുള്ളൂ. യെസ്, അതായത് വിഷ്ണു നമ്മളെ ട്രോപ്പിക്കൽ മോഡേൺ ആർക്കിടെക്ചർ എന്ന് പറയും. അതായത് ട്രഡീഷണൽ ആർക്കിടെക്ചറുകൾ, അതായത് പഴയ വീടുകളിൽ നമുക്ക് ക്ലൈമറ്റ് റെസ്പോൺസീവായിട്ടും അതേപോലെ ലോക്കലി ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കും അതിൻ്റെ അകത്ത് ഇൻ കേസ് ഓഫ് ടെമ്പറേച്ചർ എല്ലാം ഉണ്ടാവുക. പക്ഷേ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കുറച്ചുകൂടി വിശാലത വേണം, നമുക്ക് നേച്ചറായിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ മോഡേൺ റിക്വയർമെൻറ്റ്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദ ക്ലൈമറ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ടോട്ടൽ പ്രൊജക്റ്റിനെ കൊണ്ടുപോയിട്ടുള്ളത്. അത് ശരിക്കും ആ ഒരു ഭാഗം നിങ്ങൾ സക്സസ്ഫുൾ ആണ്. താങ്ക് യു. ശരിക്കും അത് വളരെ സക്സസ്ഫുൾ ആണ്. അപ്പൊ നമ്മളുടെ വാഷ് കൗണ്ടർ ആണ്. വാഷ് കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് യെല്ലോ ഓക്സൈഡ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു വുഡിന്റെ പാർട്ട് വെച്ചിട്ട് ഒരു വലിയ മിറർ കൊടുത്ത് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇല പോലത്തെ വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു നൗഫലെ ഇങ്ങനൊരു ഈ ഒരു ഡിസൈൻ എവിടെ നിന്നാണ് രൂപമായത്? അത് ആക്ച്വലി നമ്മൾ ഇത്രയും ലാർജർ ആയിട്ടുള്ളൊരു മിറർ കൊടുക്കുന്നത് കാരണം തന്നെ നമുക്കൊന്നുകൂടി സ്പേഷ്യസ് ആയിട്ട് ഈ ഒരു ലിവിങ് ഡൈനിങ് ഏരിയ നമുക്കൊന്നുകൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നിപ്പിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ യെല്ലോ ഓക്സൈഡ്, ഇത് ശരിക്കും പെയിൻ്റ് അല്ല, യെല്ലോ ഓക്സൈഡ് തന്നെയാണ്. ഈ യെല്ലോ ഓക്സൈഡ് ഫിനിഷിൽ നമ്മളൊരു സിംഗിൾ പീസ് വുഡാണ് ഇതൊരു സിംഗിൾ പീസ് വുഡിൽ ഒരു വാഷ് ബേസിൻ വെക്കുക. വളരെ മിനിമലായിട്ട് ഒരു വാഷ് ബേസിൻ ആവണം എന്നുള്ളതും, എന്നാൽ സ്ഥിരം കാണുന്ന പോലെ ഒരു ചെറിയ വാഷ് ബേസിന് മാത്രമുള്ള സ്പേസ് അല്ലാതെ കുറച്ചൊരു വിശാലമായിട്ട് കൊടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിലും ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, വിൻഡോ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സാധാരണ കോർട്ട്യാർഡ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ടു കോർട്ട്യാർഡാണ്. ഇവിടെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ്. പക്ഷെ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. നമുക്ക് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാം. നിറച്ച് പച്ചപ്പൊക്കെ കുത്തി നിറഞ്ഞ് നിൽക്കുന്നതാണ്. ഇവിടെയാണ് അവരുടെ ഫാമിലി ടൈം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാമിലി സ്പേസ് എന്ന് പറയുന്നത്, അല്ലേ നൗഫൽ? അതെ അതെ. ഇവിടെ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് കാട് പോലെ, വീടിനകത്ത് കാടുള്ള വീട് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ കോർട്ട്യാർഡ്സിന് പകരം ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള കോർട്ട്യാർഡ്. എന്നാൽ പുറത്തേക്കുള്ള ഒരു ഡോറും ഉണ്ട്. ആ ഡോർസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പഴമയാണ്. പഴയ ഡോറുകൾ കൊണ്ടുവന്ന് പഴയ തടിയുടെ വുഡ് പീസ് കൊണ്ടുവന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതൊരു ക്ലോസ്ഡ് കോർട്ട്യാർഡായി മാറിയത്? അത് വിഷ്ണുട്ടോ, നമ്മുടെ വീടിൻ്റെ മെയിൻ ഏരിയ, അതായത് നമ്മളുടെ ഗസ്റ്റ് വരുന്ന ഏരിയകൾ, പബ്ലിക് മൂവ് ചെയ്യുന്ന ഏരിയകളൊക്കെ നമ്മൾ ആ പാടത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം വീടിനകത്തേക്ക് ക്ലയൻറ്റിന് നല്ല പ്രൈവസി വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് ഒരു കോർട്ട്യാർഡ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കോർട്ട്യാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മളുടെ വീടിനകത്തുള്ള സർക്കുലേഷൻ സ്പേസസിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ, കാറ്റ് കൊണ്ടുവരാനൊക്കെ ഇതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ കിച്ചൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതായത് ആ കിച്ചൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നേരെ ഈ കോർട്ട്യാർഡിലേക്കാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്ക് ആരാണ് വിസിറ്റർ വന്നത് എന്ന് വരെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു വിഷ്വൽ കണക്ഷനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ എയറിനെ കംപ്ലീറ്റ് നമ്മളെ വീട്ടിനകത്ത് ഇവിടെ അതൊരു ക്രോസ് വെന്റിലേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത്, അല്ലേ? അപ്പോൾ ഇതിന്റെ മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് കവർ ചെയ്തിരിക്കുന്നു, വെള്ളം വീഴാതിരിക്കാൻ. അതെ, കുറച്ച് ഒരു പാർഷ്യലി, അല്ലേ? അതെ അതെ, പാർഷ്യലി ആണ് ചെയ്തിരിക്കുന്നത്.
അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇവിടെ കോട്ടയാട് കൊടുക്കുമ്പോൾ നമ്മൾ ഷാഡോ അനാലിസിസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എപ്പോഴും തണുപ്പായിരിക്കും. അതായത് ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഷാഡോ നമുക്ക് ഇവിടെ എപ്പോഴും അടിക്കും. അതുകൊണ്ട് ഈ സ്പേസിൽ അവർക്ക് ഉച്ചയ്ക്ക് ഇരിക്കുക, രാവിലെ ഇരിക്കുക, എപ്പോൾ വേണമെങ്കിലും ഈ സ്പേസ് അവർക്ക് ആക്റ്റീവ്ലി ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് ഏരിയയിൽ മഴ കൊള്ളാത്ത രീതിയിലും കുറച്ച് ഏരിയയിൽ നമ്മൾ ഓപ്പൺ ടു എയർ, അതായത് മഴ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടതിൻ്റെ ചൂടില്ലാത്ത രീതിയിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല രീതിയിലാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത്. സാധാരണ വീടുകൾക്കകത്ത് ചെടികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇവിടെ അവർ വളരെ മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് കിച്ചണിലേക്കുള്ള ആക്സസ് ആണ്. കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഈ കിച്ചൺ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കിച്ചൺ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാര്യം ഈ കോട്ടയാട് അതിൽ നിന്ന് കണക്ഷൻ അങ്ങ് നമ്മുടെ പാടം വരെ അങ്ങ് പോവാണ് സംഭവം. ഈ കിച്ചണിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടൊരു വർക്ക് ഏരിയ കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടുത്തെ ഒരു കിച്ചണിലെ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നിങ്ങൾ മീറ്റ് ചെയ്ത് കൊടുത്തത്? കിച്ചണിൽ മെയിനായിട്ട് ഇവിടെ അവർ ഉപയോഗിക്കുന്ന ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീറ്റായിരിക്കണം, ഒരുപാട് കളേഴ്സും ഒന്നും വേണ്ട, വളരെ മിനിമൽ ആയിട്ടുള്ള കിച്ചൺ മതി. അതേപോലെ അവർക്ക് ഇതുപോലെ കുറച്ച് ഇൻബിൽട്ട് സീറ്റിംഗ് അവർക്ക് കൊടുക്കാൻ പറ്റണം, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ ഇതൊരു കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു കിച്ചൺ എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമുക്കൊരു സ്ലിറ്റ് വിൻഡോ ആണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് കോട്ടയാട് നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് കൊണ്ട് വെളിച്ചം കാര്യങ്ങളും നാച്ചുറൽ ലൈറ്റും എല്ലാം നമുക്ക് മാക്സിമം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ മാഡത്തിന് ഇങ്ങനൊരു സിറ്റിംഗ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ കൊടുക്കാൻ കാര്യം ഇവരുടെ ഫാമിലി വളരെ ക്ലോസ് ടു ആണ്. അതെ. അപ്പം ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം ഇവിടെ വരികയും അവർക്ക് ഇങ്ങനെ ഒരു സൊറ പറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ. ഇതെല്ലാം പ്ലൈവുഡ് മൈക്കയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം ടൈലാണ്. അതെ, ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹുഡ് ആൻഡ് ഹോപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കറക്റ്റ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോർഷൻ, അതായത് നമ്മൾ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കോട്ടയാടിലേക്ക് കടന്നത്. കോട്ടയാടും നമ്മൾ കിച്ചൺ വന്നു. ഇനി ഈ കിച്ചൺ വഴി നമ്മൾ വീണ്ടും വന്ന ആ പോയിന്റിലേക്ക് എത്തിപ്പെടുകയാണ്. ഇവിടെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഈ സ്ലാബുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഇതേപോലെ പ്രൊവിഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിയും. പിന്നെ അത് ഫർണിച്ചറാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു അഡീഷണൽ കോസ്റ്റ് ആണ് വരുന്നത്. ഈ കൺസ്ട്രക്ഷൻ സമയത്താണെങ്കിൽ അത് നടന്നു പോകും, വലിയ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ കണ്ടില്ല, ഇരിക്കാനുള്ള സ്പേസ് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇവിടെ പിന്നെ പഴമയുടെ ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ മഞ്ച എന്ന് പറയുന്ന മഞ്ച സ്റ്റോറേജ് സ്പേസ് അല്ലേ. അത് നമ്മുടെ സ്റ്റെപ്പിന്റെ അടിയിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് ഈ പോർഷൻ. അതായത് നമ്മളുടെ അപ്പർ ലിവിംഗ് റൂമിലേക്കും അപ്പർ സ്പേസിലേക്കും പോകുന്നതിന് ഉള്ള ഒരു സ്റ്റെപ്പിന്റെ അലൈൻമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായിരുന്നു നൗഫലെ ഇങ്ങനൊരു തീം ഉള്ളിൽ വന്നത്? എങ്ങനെയാണ് ഇത് ചെയ്തത്? ഇത് വിഷ്ണുട്ടാ, ഇത് ഇന്റൻഷനലി കൊടുത്തതാണ്. ഈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ കയറി വരുന്ന ഒരാൾക്ക് ഓക്കെ ഇത് ലിവിങ് ഡൈനിങ് ഏരിയ ഇവിടെ വെച്ച് തീർന്നു, ഇത് അവരെ പ്രൈവറ്റ് ഏരിയയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വിഡ്ത്ത് നമ്മൾ കുറച്ചിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഈ കോട്ടയാട് നിന്ന് ഡയറക്റ്റ് ഓപ്പണിങ്സ് ഉള്ളത് കാരണം ഈ സ്ഥലങ്ങൾ എപ്പോഴും നാച്ചുറലി വെന്റിലേറ്റഡ് ആണ്. അതേപോലെ മാക്സിമം നമുക്ക് വെളിച്ചവും കാര്യങ്ങളും എപ്പോഴും കിട്ടുന്നൊരു സ്പേസാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പേസിന് ഇതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇവിടെ എല്ലാ വാളുകളിലും നമ്മൾ കുറേ ഡെക്കോർ കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആകെ കുറച്ച് ഡെക്കോർസ് കൊടുത്തിട്ടുള്ളത് തന്നെ നമ്മുടെ പഴയ വിൻഡോസ് എല്ലാം റീപർപ്പസ് ചെയ്തിട്ട്. ഇത് ശരിക്കും എവിടെയാണ് കിട്ടുന്നത്? ഇത് ശരിക്കും കാലിക്കറ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു പഴയ ഫർണിച്ചറുകളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്തെടുത്തു. അവിടെ ഫർണിച്ചേഴ്സ് ഉണ്ട്, അവിടെ പോയി ഈ തീം അനുസരിച്ച് ചെയ്തിട്ട് വരണം. അതെ അതെ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂം നമ്മൾ കാണിച്ചില്ലായിരുന്നു. ഇതാണ് ആ മനോഹരമായ ബെഡ്റൂം. ഇവിടെ നൗഫൽ എന്നോട് പറഞ്ഞു ഈ ബെഡ്റൂമിൻ്റെ അകത്ത് ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ തന്നെ ആൾക്കാർ ചെയ്തതാണല്ലേ? അതെ അതെ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമായിട്ട് ക്ലൈൻറ്റ് ഉപയോഗിക്കുന്ന ബെഡ്റൂം. അത് ഈ പറഞ്ഞ പോലെ വളരെ മിനിമം സ്പേസ്. ബെഡ്റൂംസിൽ ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂംസും ഇങ്ങനെയാണ്. നമുക്ക് വാർഡ്രോബ്, ചെറിയൊരു കിടക്കാനുള്ളൊരു സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാനിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെ കോമൺ ഏരിയാസ്, ആളുകൾ ഇൻട്രാക്ട് ചെയ്യേണ്ട ഏരിയാസ്, ഫാമിലി ഇരുന്ന് സംസാരിക്കേണ്ട സ്ഥലങ്ങൾ, അത് നല്ല വലിയ വിശാലമായ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇൻറ്റീരിയറിൻ്റെ തീം എന്ന് പറയുന്നത് കെയിന്, വുഡ്, ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ആർട്ട് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ നമ്മളൊരു ലീഫിൻ്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. അത് ഓഫീസിൽ നിന്ന് ആർക്കിടെക്ട്സ് വന്ന് വരച്ച് ഞങ്ങൾ അത്രയും ഇൻവോൾവ് ആയി അങ്ങനെ എൻജോയ് ചെയ്തൊരു ഔട്ട്പുട്ടാണ് ഇത്. ആക്ച്വലി ഇതിങ്ങനെ ചെയ്തിട്ട് ഇത് തുറന്നിട്ട് ഇതിന്റെ മുന്നേക്ക് നോക്കുമ്പോൾ പാടശേഖരം. അതെ. രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെ ഓപ്പൺ ആണ്.
വളരെ ഭംഗിയാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആൻഡ് കൂൾ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പോകാം, അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇതിന്റെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പേസുകളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്പേസ് അല്ലെ. ഇനി ഇതിന്റെ മുകളിലേക്ക് കയറാം നമുക്ക്. ഇത് സ്ട്രക്ചറൽസ്, നമ്മൾ സാധാരണ നോർത്ത് കേരളയിലാണ് ഏറ്റവും കൂടുതൽ സിമ്പിൾ സ്ട്രക്ചറൽ സ്റ്റെപ്പുകൾ കണ്ടു തുടങ്ങി. ഇപ്പൊ എന്റെ സൗത്ത് കേരളയിൽ ആ ഭാഗത്തോടൊക്കെ ഇപ്പൊ ഇത് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. വന്നു തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടാണ് അവിടെയുള്ള വീടുകളിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ഏകദേശം ഒരു 6-10 വർഷത്തോളമായിട്ടും സ്ട്രക്ചറൽ സ്റ്റെപ്പുകൾക്കുള്ള ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അവിടെ ആരും അതിനുവേണ്ടി അധികം കാശ് കളയാറില്ല. പിന്നെ നൗഫലേ, ഇത് എന്താണ് സാർ? ഇതും ഈ പറഞ്ഞ പോലെ വിഷ്ണുട്ടാ, നമ്മൾ പഴയ ഒരു എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കട്ടിലിൻ്റെ ബാക്ക് റെസ്റ്റ് ആണിത്. ആ ബാക്ക് റെസ്റ്റ് കട്ടില പറ്റ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് റെസ്റ്റ് മാത്രം എടുത്തിട്ട് അത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒരു പ്രൈമർ അടിച്ചിട്ട് നമ്മൾ വാളിലേക്ക് ഡെക്കോറായിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. എത്ര രൂപ? വളരെ ചെറിയ കോസ്റ്റ്, ഒരു 1000-1500 രൂപക്ക് സാധനം ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 500 രൂപയ്ക്ക് ഡെക്കോറേറ്റ് ഭയങ്കര സൂപ്പറാണ്. പിന്നെ ഈ സംഭവം എന്താ? ഇത് ആക്ച്വലി ഈ ഒരു സ്കൈലിറ്റ് ഏരിയ ആണ്. ഈ സ്കൈലിറ്റ് ഏരിയ ആണ് നമ്മളെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയും അതേപോലെ നമ്മൾ ഈ പറഞ്ഞ താഴെയുള്ള ഈ ഒരു ഏരിയയിൽ നല്ല വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഈ ഇതിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ഹൈറ്റിലാണ് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എയർ ഗ്യാപ്പിൽ നമുക്ക് ചൂടുള്ള എയർ എപ്പോഴും മുകൾ വശത്തും തണുത്ത എയർ ആയിരിക്കും നമുക്ക് താഴെ വശത്തും. ആ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു സ്റ്റാക്ക് എഫക്റ്റ് കാരണം ഈ ഒരു ഭാഗം എപ്പോഴും നമുക്ക് തണുപ്പിക്കാൻ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു ഐഡിയ, ഇങ്ങനൊരു ഐഡിയ സൂപ്പറാണ്. നമ്മളിങ്ങനെ കയറുന്നിടത്ത് ഈ സ്റ്റെപ്സിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ എലമെന്റ് കൊടുത്ത് കാറ്റിനെ പുറത്തോട്ട് ഔട്ട് ചെയ്യിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. കിടിലൊരു ഐഡിയ ആണത്. ഇനി നമ്മൾ ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നു. വളരെ സിമ്പിൾ സ്പേസ്. അവർക്ക് അവരുടെ റീഡിങ് സ്പേസ്, അവരുടെ ബുക്കുകൾ വെക്കാനുള്ള ഒരു ഷെൽഫുണ്ട്. പിന്നെ ഇതിന്റെ പാത്വേ, ഈ പറയുന്ന നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട സാധനം അദ്ദേഹത്തിന്റെ ഓഫീസ് സ്പേസ് ആണ്. അദ്ദേഹം വർക്ക് ഫ്രം ഹോമിലാണ് എന്നാണ് പറയുന്നത്. എപ്പോഴും ഇപ്പം പുള്ളിക്ക് ഓഫീസിലേക്ക് പോകാനേ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് താഴോട്ട്, എന്ത് രസമുണ്ട് കാണാൻ. അതാണ് ആ ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തു, പിന്നെ ഇവിടെ വിൻഡോസും ഒക്കെ കൊടുത്ത കാരണം ആ ലൈറ്റിനായാലും എയറിനായാലും സർക്കുലേഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് സ്പേസിലേക്ക് വരികയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ വർക്ക് സ്പേസ്. സൂര്യൻ ദാണ്ട് അസ്തമിക്കാൻ പോകുന്നു. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന സമയം. എന്തായിരുന്നു ഇവിടെ താങ്കൾ ചെയ്ത കാര്യം? വിഷ്ണുട്ട, ശരിക്കും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിൽ ഉണ്ടായിരുന്നു പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഓഫീസ് സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഓഫീസ് സ്പേസ് പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ വരെ കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അപ്പർ ഫ്ലോറിലും ഞങ്ങളൊരു വലിയ താഴെ കൊടുത്ത പോലെ ഒരു വലിയ വരാന്ത അല്ലെങ്കിൽ ഒരു വലിയൊരു ബാൽക്കണി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഫാമിലി ആയിട്ട് ക്ലയൻറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബാൽക്കണിയിൽ. കാരണം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സൺസെറ്റ് കാണാം, കുട്ടികൾ കളിക്കുന്നത് കാണാം, പാടം കാണാം. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുന്ന ഒരു വേറൊരു പെർസ്പെക്റ്റീവിൽ ആ ഒരു ഹൈറ്റിൽ ഇരുന്നിട്ട് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കോർണറിലാണ് പുള്ളിക്ക് നമ്മുടെ ഒരു ചെറിയ ഓഫീസ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഓഫീസ് സ്പേസിൽ പുള്ളിക്ക് പ്രൈവറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം ഞാനിപ്പം അവിടുന്ന് ആ റോഡിൽ കൂടി ഇങ്ങനെ വന്നപ്പോൾ തന്നെ പുള്ളി ആ ഗ്ലാസ്സിലൂടെ നോക്കുന്നത് ഞാൻ കണ്ടു. ആ രീതിയിലുള്ള ആക്സസ് പുള്ളിക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ മുകളിലുണ്ട്. ആ രീതിയിൽ കാണാനും പറ്റും. അതെ, അതേപോലെ കുട്ടികൾ ഇപ്പോൾ ശരിക്കും പഠിക്കാൻ അവിടെ സോയിൽക്ക് ഇരിക്കുന്നത് കാരണം കുട്ടികൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആകെ ഒരു 2 ചെയർ മാത്രം ഇട്ടിരുന്നത്. ഇപ്പോൾ അവർ പഠിക്കുന്ന ടേബിളെല്ലാം ഇങ്ങോട്ടേക്ക് ഇട്ട് ഇവിടെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ വീടിന്റെ ഏത് പോർഷനിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പോർഷനിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകാൻ പറ്റും. കാര്യം അത്രയേറെ സ്പേഷ്യസ് ആണ്, അത്രയേറെ സ്പേഷ്യസ് ആണ്. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഉള്ള ഒരു ഏരിയ, ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് തന്നെയാണ് ഈ വീട്. അപ്പോൾ നമ്മൾ ഇനിയും ഇവിടുന്ന് ഇറങ്ങി അടുത്ത ബെഡ്റൂമിലേക്ക് വന്നിരിക്കുന്നത്. ടോട്ടൽ നൗഫൽ എത്ര ബെഡ്റൂംസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്? ടോട്ടൽ നമ്മൾ 5 ബെഡ്റൂംസ് ആണ്, ഇൻക്ലൂഡിങ് ഗസ്റ്റ് ബെഡ്റൂം നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിൽ ബെഡ്റൂമിന്റെ ആ ഒരു റിക്വയർമെന്റ് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ബെഡ്റൂം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ബെഡ്റൂം അവർക്ക് ജസ്റ്റ് വന്ന് അവർക്ക് കിടക്കാനുള്ള സ്പേസ്, അവരുടെ സ്റ്റോറേജ് സ്പേസസ് ഇതൊക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്പേസ് മാത്രം. എപ്പോഴും വീടുകളിൽ ചെയ്യുന്നതിനകത്ത് ബാക്കിയുള്ള സ്പേസുകൾ കൂടുതൽ കൊടുത്തുകൊണ്ട് ബെഡ്റൂംസ് ഇതുപോലെ ചെറിയൊരു സ്പേസ് കൊടുക്കുക. അതെ, കാര്യം ബെഡ്റൂംസിൽ മാക്സിമം സമയം സ്പെയർ ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞത്. ഈ വിൻഡോസ് ഒക്കെ നോർമൽ നമ്മൾ പോളിഷ് റോഡ് വെച്ചിട്ട് നോർമൽ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ജോയിനറീസ് എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. വാർഡ്രോബ്സും നമ്മൾ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഏരിയ നമ്മൾ വുഡിലാണ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇന്റീരിയർ ബേസിക്കലി ആർക്കിടെക്ചറിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്റീരിയർ വന്നിട്ടുള്ളത്.
നല്ലത്. ഇന്റീരിയറിന് വേണ്ടി നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിന് പകരം നമ്മൾ ആർക്കിടെക്ചർ തന്നെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് അതിൻ്റെ ഇന്റീരിയർ വരണം എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ബാത്റൂം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സ്പേസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്തെല്ലാം ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഫുള്ള് ഒറ്റ പാറ്റേൺ ടൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസും ഇതേ പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, എല്ലാ ബെഡ്റൂം. അതെ അതെ. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്രോക്സിമേറ്റ് ഈ വീടിന് എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ടാവും? ഇതിന് അപ്രോക്സിമേറ്റ്ലി ആർക്കിടെക്ചർ ഇന്റീരിയർ ഒരു 1 CR ഒക്കെ ആയിരിക്കും കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അതെ അതെ, ടോട്ടൽ ഈ ഏരിയക്ക് അല്ലേ? അതെ അതെ. അപ്പോൾ അത് ഒരു വെർത്താണ് അവർക്ക്, 100% വെർത്താണ്, വേറെ അതിനകത്തൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നൗഫലേ, നമ്മൾ വീടിൻ്റെ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. യെസ്, ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഡിസൈനിങ് ടാലൻറ്റ് അതിഭയങ്കരം. താങ്ക് യു. സൂപ്പർ. നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ. എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫേം? നമ്മുടെ കോഴിക്കോട് കോവൂര് കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഫേമാണ് ഞങ്ങളത്. ആരൊക്കെയാണ് ഇതിനകത്ത്? ഒരാളാണോ? അല്ല, ഞാൻ എൻ്റെ പേര് നൗഫലാണ്, ഫഹീം, ഷിയ, ഞങ്ങൾ 3 പേരും ഇവിടെ കാലിക്കറ്റ് NIT 2016 പാസ് ഔട്ടാണ്. ഞങ്ങളാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്സ്. പക്ഷേ ഒരു 12 പേര് അടങ്ങുന്ന ഒരു ടീം ഞങ്ങളെ കൂടാതെ ഞങ്ങൾക്കുണ്ട്. ഇതുവരെ ഇപ്പം ഒരുപാട് പ്രൊജക്ട്സ് ചെയ്ത് കാണുമല്ലോ. ഈ പറയുന്ന 8 വർഷം കാലത്തോളം നിങ്ങൾ ഇതിനകത്ത് ലൈവായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം എത്ര പ്രൊജക്ട്സ് ലൈവായിട്ട് പോകുന്നുണ്ട്? ഒരു 30 പ്രോജക്റ്റോളം ഓൺ ഗോയിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് കുറേ പ്രൊജക്ട് ഫിനിഷിങ്ങിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് വീഡിയോ എടുക്കണം. ഷുവർ, തീർച്ചയായിട്ടും വിളിക്കണം, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൽ താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും, അവരൊന്നും ഉണ്ടാക്കാം. യെസ്. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഡം. എന്താണ് സാറിന്റെ പേര്? സുഹൈൽ. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു പാടശേഖരത്തിന് നടുക്ക് ഇത്രയും വലിയ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനോടുള്ള ഒരു അപ്രോച്ച്, അതിനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട്? ഇഷ്ടം എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നറിയില്ല, പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു വീട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ സംഭവം ഉണ്ടാവും, നമ്മുടെ ആഗ്രഹത്തിലുണ്ടാവും ഒരു ലെഗസി, ഒരു പഴമയുള്ള സംഭവങ്ങൾ നമ്മൾ വളരെ ഇങ്ങനെ പ്രത്യേക ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ച സ്ഥലങ്ങൾ പോയി കാണുക, ആസ്വദിക്കുകയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ പൊതുവെ അപ്പോൾ അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ഒറിജിനലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ഇവർ ഈ ഒരു സൈറ്റ് കാണുകയും ഇതിലേക്കൊരു വിഷൻ, അതിനെ നമ്മളൊരു മൈൻഡിലേക്ക് അത് ഇട്ട് തരികയും ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോട്, അവർ ഡയഗ്രാം കണ്ടപ്പോൾ ഇത് റിയലൈസ് ആവുമോ, ഇത് ഒരു എന്നെ പറ്റിക്കാനുള്ളൊരു ചിത്രമാണോ എന്നുള്ളത്. അപ്പോൾ അത് ഒരു വളരെ ഷോർട്ട് ടൈമിൽ അത് ചെയ്തു വന്നപ്പോൾ സത്യത്തിൽ അത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാണ് ഒരു ഒറിജിനാലിറ്റിയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള പുതിയ സൗകര്യങ്ങളൊക്കെ വെച്ചുള്ള വീട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മാത്രമല്ല എൻ്റെ ഹൗസ് വാമിങ്ങിന് വന്ന ആളുകൾക്കൊക്കെ ഇതൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു, നോട്ട് ജസ്റ്റ് ലൈക്ക് ഒരു ഫംഗ്ഷൻ. ഇന്നലെ ഇവിടെ നമ്മൾ പെരുന്നാൾ ദിവസം ഒരുപാട് പേര് വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം IT മേഖലയിലാണല്ലോ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു വലിയൊരു ബിസിനസ് സംരംഭം റൺ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും കൂടുതൽ സമയം ഇപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയുന്നത് കേട്ടോ, സത്യമാണ്? സത്യം. കാരണം ഞാൻ ഓഫീസിൽ പുതിയ റെഗുലേഷൻസ് കൊണ്ടുവരുന്നു, വർക്ക് ഫ്രം ഹോം കുറച്ച് കൊണ്ടുവരാനുള്ള പ്ലാനുകൾ എംപ്ലോയീസിനൊക്കെ. സത്യം ഞാൻ ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ വർക്ക് ഫ്രം ഹോം എൻ്റെ പാറ്റേണിൽ കൂടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് വർക്കിലെ പ്രൊഡക്ടിവിറ്റി ബാധിക്കുമോ, വർക്കിൻ്റെ അറ്റ്മോസ്ഫിയർ സെറ്റ് അല്ലെങ്കിൽ വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി ലോസ് ആവുന്നുള്ള നിലക്കൊക്കെയാണ് നമ്മളത് സംസാരിച്ചിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഈ ഒരു ഇത്രയും കാം ആൻഡ് ഈവൻ്റെ മുമ്പിൽ ഒരു വലിയ പാടമാണ് വയലാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം സൈലൻ്റ് ആണ്, നല്ല ഫോക്കസ്ഡ് ആണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ ഈ വീടിൻ്റെ എല്ലാ പൊസിഷനിലും ഇരുന്ന് വർക്ക് ചെയ്ത് തീർന്നിട്ടില്ല. അതുകൊണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് ഐ എം സ്റ്റിൽ അത് വർക്ക് ഫ്രം ഹോം ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. മുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു വൈബ്, ഈവനിങ്ങിൽ വേറൊരു വൈബ്. അതേ സമയത്ത് എനിക്ക് സോഷ്യലൈസ് ചെയ്യാനും, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ പോകുമ്പോഴൊക്കെ ഹായ് ബൈ പറയാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് അല്ല. ഞാൻ പറയായിരുന്നു, ഇവിടെ വളരുന്ന കുഞ്ഞുങ്ങള്, നിങ്ങളുടെ മക്കള് വളർന്നു കഴിഞ്ഞിട്ട് പുറത്തൊരു സ്ഥലത്ത് പോയി ഒരു ബാംഗ്ലൂരോ ഡൽഹിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു ചെറിയ ഫ്ലാറ്റിൽ താമസിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും തീർച്ചയായിട്ടും. പിന്നെ ഇദ്ദേഹത്തോടെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കുഞ്ഞുങ്ങളായിട്ടുള്ള കണക്ഷൻ, ഇപ്പൊ നമ്മുടെ കിച്ചൺ കോട്ടിയാടിന് ലിവിംഗ് റൂം, ഇവിടെയുള്ള ഈ സ്ഥലങ്ങളെല്ലാം കണക്റ്റഡ് ആണ്, മൊത്തത്തിൽ ഇത് കണക്റ്റഡ് ആണ് ഈ വീട്. അപ്പം ഈ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? കുഞ്ഞുങ്ങൾ പൊതുവെ മൊത്തം ഓടി കളിക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് ഡോർ വെച്ചിട്ടുണ്ട് കോട്ടയാടക്ക്, അതേപോലെ ഫ്രണ്ടിലോട്ടൊക്കെ. അപ്പോൾ അവർ എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും.
എപ്പോഴും ലൈവ് ആണല്ലേ? ലൈവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ടൈം ഈ കോട്ടയാടിനകത്താന്നാ പറഞ്ഞത്. അപ്പൊ ആ കോട്ടയാടിനകത്ത് നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് 4 മക്കൾ അല്ലേ? 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി. അപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് ആ കോട്ടയാടിന്റെ സ്പേസ് എൻജോയ് ചെയ്യാനായിട്ട് വളരെ ഭംഗിയായിട്ട് പറ്റുന്നുണ്ട്. അത് നമ്മള് പിന്നെ സ്കൂളില്ലാത്ത ദിവസം നമ്മൾ മാത്രമല്ല, ഇവിടെ വേറെ പെങ്ങന്മാരെ സിസ്റ്റേഴ്സിന്റെ മക്കളും പിന്നെ അമ്മായികള് എന്റെ എല്ലാവർക്കും ഇഷ്ടമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്. അല്ലെ, എല്ലാവരും വെൽക്കം ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എനിക്ക് ഈ ഒരു പാത്തിൽ ഈ ഒരു സ്പേസ് ഇവിടുന്ന് എണ്ണിക്കാൻ തോന്നില്ല. മനസ്സിലായി? അത് ആളുകൾ വന്നാൽ ഇവിടെ ഇരിക്കാറ്. എന്നാലും ഇപ്പൊ നൈറ്റിൽ മൊത്തം ടീം ഇവിടെ ഇരുന്നിട്ട് ഫുള്ള് സംസാരവും ചർച്ചയും ഒക്കെ. ഓക്കെ, അപ്പൊ എല്ലാം കൊണ്ടും സർവേശ്വരൻ അനുഗ്രഹിച്ചു വന്നിരിക്കുന്നു. അപ്പം ഇതില് ആയുരാരോഗ്യ സൗഖ്യത്തോടെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ബിസിനസ്സിൽ സൂപ്പർബായിട്ട് ഓണ്ടർപ്രണർഷിപ്പ് സൂപ്പറായിട്ട് റൺ ചെയ്ത് അങ്ങേറ്റം പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഈ വ്ലോഗ് ചെയ്യാൻ, എൻ്റെ പേര് വിഷ്ണു വിജയൻ എന്നാണ്, വീഡിയോ ബൈ വിഷ്ണു വിജയൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. BGC ബീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു 43 years ആയിട്ടുള്ള ഒരു ബിസിനസ് സംരംഭം ഓടിക്കുന്നു. മലപ്പുറത്ത് തലപ്പാറയാണ് എൻ്റെ ബ്രാഞ്ച്. തലപ്പാറ. അപ്പോൾ ഇവിടെ വന്ന് ചെയ്യാൻ അനുവദിച്ചതിന് അങ്ങേക്കും അതുപോലെ എന്നെ വിളിച്ച നൗഫലിനും ഒരുപാട് നന്ദി. Thank you very much and best of luck for all your efforts and thank you very much for giving us also this opportunity to take us to online world. താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.